ഒരു ആഴക്കടൽ യാത്ര സങ്കല്പിക്കുക. സമുദ്രത്തിന്റെ പരിവേഷണം ചെയ്യപ്പെടാത്ത ആഴങ്ങളിലേക്കുള്ള ഒരു യാത്ര. എന്നാൽ കാര്യങ്ങൾ വളരെ മോശമായാലോ? സാഹസികതയ്ക്കായി നിർമ്മിച്ച ടൈറ്റൻ സബ്മെർസിബിൾ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായി ലോകത്തെ ഞെട്ടിച്ചു. ഇന്ന് ടൈറ്റൻ അന്തർവാഹിനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ നിഗൂഢത ഞാൻ അനാവരണം ചെയ്യുന്നു. ഈ ദാരുണമായ സംഭവത്തിന് പിന്നിലെ വസ്തുതകളിലേക്കും സിദ്ധാന്തങ്ങളിലേക്കും പറയാത്ത കഥയിലേക്കും ആഴത്തിൽ മുഴുകുവാൻ എന്നോടൊപ്പം ചേരുക. 2023 ജൂൺ 18 ടൈറ്റാനിക് തകർന്നത് കാണാൻ 5 പേർ ടൈറ്റൻ എന്ന ചെറിയ അന്തർവാഹിനിയിൽ കയറി. 100 വർഷം മുമ്പ് മുങ്ങിയ പ്രശസ്തമായ കപ്പലാണ് ടൈറ്റാനിക്. സാഹസിക ടൂറിസം എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള യാത്ര വളരെ ചെലവേറിയതാണ്. ഈ അനുഭവത്തിനായി ഓരോ വ്യക്തിയും 20 ദശലക്ഷത്തിലധികം നൽകി. ടൈറ്റാനിക് അവശിഷ്ടം വളരെ ആഴത്തിലുള്ളതാണ്. കടലിൽ നിന്ന് 3810 മീറ്റർ താഴെയാണ്. അന്തർവാഹിനി യാത്ര തുടങ്ങി ഈ ആഴത്തിൽ എത്താൻ സാധാരണയായി 2 മണിക്കൂർ എടുക്കും. ഓരോ 15 മിനിറ്റിലും അന്തർവാഹിനി അതിൻ്റെ സപ്പോർട്ട് ഷിപ്പായ പോളാർ പ്രിൻസിലേക്ക് ഉപരിതലത്തിൽ സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കും. ആശയവിനിമയത്തിനുള്ള അവരുടെ ഏക മാർഗം അതായിരുന്നു. എന്നാൽ അന്ന് 1 മണിക്കൂറും 45 മിനിറ്റും കഴിഞ്ഞപ്പോൾ അന്തർവാഹിനിക്ക് സപ്പോർട്ട് ഷിപ്പുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. വൈകുന്നേരം 4:30 അത് മടങ്ങേണ്ടതായിരുന്നു. പക്ഷേ അത് തിരിച്ചു വന്നില്ല. രാത്രി 7:10 പോളാർ പ്രിൻസിലുള്ള സംഘം US കോസ്റ്റ് ഗാർഡിനെ വിവരം അറിയിച്ചു. അന്തർവാഹിനി കണ്ടെത്താൻ വൻ തിരച്ചിൽ തുടങ്ങി. കപ്പലുകൾ, വിമാനങ്ങൾ, റോബോട്ടുകൾ എന്നിവ ഉപയോഗിച്ചു. എല്ലാവർക്കും ഒരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു: അകത്തുള്ള ആളുകൾക്ക് എന്തു സംഭവിച്ചു? പിന്നീട് US കോസ്റ്റ് ഗാർഡ് അന്തർവാഹിനിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. പ്രഷർ സിസ്റ്റത്തിലെ വലിയ പരാജയമാണ് ഇതിന് കാരണമെന്ന് അവർ പറഞ്ഞു. വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു ഇത്. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ന്യൂ ഫൗണ്ട് ലാൻഡിൽ നിന്ന് 600 കിലോമീറ്റർ അകലെ കാനഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ടൈറ്റൻ അപ്രത്യക്ഷമായത്. ടൈറ്റാനിക് അവശിഷ്ടം ഈ സ്ഥലത്താണ്. ഏകദേശം 800 മീറ്റർ അകലെ 2 ഭാഗങ്ങളായി കിടക്കുന്നു. ടൈറ്റൻ ഒരു സാധാരണ അന്തർവാഹിനിയല്ല. ഇതിനെ സബ്മെർസിബിൾ എന്ന് വിളിക്കുന്നു. സബ്മെർസിബിളുകൾക്ക് സ്വന്തമായി നീങ്ങുവാൻ കഴിയില്ല. പ്രവർത്തിക്കാൻ ഒരു സപ്പോർട്ട് ഷിപ്പ് ആവശ്യമാണ്. നമ്മൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പിന്തുണ കപ്പൽ പോളാർ പ്രിൻസ് ആയിരുന്നു. ഓഷ്യൻ ഗേറ്റ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. 2009 സ്റ്റോക്ടൺ റഷാണ് കമ്പനി സ്ഥാപിച്ചത്. ആഴക്കടലിൽ ആളുകളെ കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഓഷ്യൻ ഗേറ്റ് 2021 ടൈറ്റാനിക് ടൂറുകൾ ആരംഭിച്ചു. ടൈറ്റാൻ അവരുടെ ഏറ്റവും നൂതനമായ സബ്മെർസിബിൾ ആയിരുന്നു. 4000 മീറ്റർ വരെ ആഴത്തിൽ പോകാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സമുദ്രത്തിനടിയിൽ നിന്ന് 12500 അടി ഉയരത്തിലുള്ള ടൈറ്റാനിക് അവശിഷ്ടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ചുരുക്കം ചിലതിലൊന്നാണ് ടൈറ്റൻ സബ്മെർസിബിൾ. ഈ ആഴം മനസ്സിലാക്കാൻ ഒരു വ്യക്തിയുടെ ഉയരം പരിഗണിച്ചു നോക്കുക. അത് ഏകദേശം 6 അടിയാണ്, കൂടിയാൽ 7 അടി. ടൈറ്റാനിക്കിൽ ഇടിച്ച മഞ്ഞുമല വെള്ളത്തിന് 100 അടി ഉയരത്തിലും വെള്ളത്തിനടിയിലുമായിരുന്നു. സ്കൂബ ഡൈവേഴ്സിന് 130 അടി വരെ മാത്രമേ പോകാൻ കഴിയൂ. 650 അടി കഴിഞ്ഞാൽ ഇരുട്ടാകുന്നു. 2600 അടി ഉയരത്തിൽ ഭീമൻ മീനുകളെ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ അത്രയും ആഴത്തിൽ പോകുക എന്നത് ഭീകരത ഉയർത്തുന്നതാണ്. 3800 അടിക്ക് താഴെ വെളിച്ചമില്ല. അത് പൂർണ്ണമായും ഇരുണ്ടതായി മാറുന്നു. 12500 അടി ഉയരത്തിലാണ് ടൈറ്റാനിക്. ഇവിടെ മർദ്ദം ഉപരിതലത്തേക്കാൾ വളരെ കൂടുതലാണ്. ജലത്തിൻ്റെ താപനില ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ തീവ്രമായ ആഴം കൈകാര്യം ചെയ്യുന്നതിനാണ് ടൈറ്റൻ നിർമ്മിച്ചത്. 6.7 മീറ്റർ നീളവും 10400 കിലോ ഭാരവുമുണ്ട്. കാർബൺ ഫൈബർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. 2 അറ്റത്തും ടൈറ്റാനിയം ഭാഗങ്ങൾ. സബ്മെർസിബിളിൽ 5 പേർക്ക് സഞ്ചരിക്കാൻ കഴിയും. കൂടാതെ വലിയ വിൻഡോ വ്യൂ പോർട്ട് ഉണ്ടായിരുന്നു. വീഡിയോ ഗെയിം കൺട്രോളർ ഉപയോഗിച്ചാണ് ടൈറ്റനെ നിയന്ത്രിച്ചത്. അത് വിചിത്രമായി തോന്നുന്നു. എന്നാൽ US നേവി പോലും അവരുടെ അന്തർവാഹിനികൾക്കായി എക്സ്ബോക്സ് കൺട്രോളറുകൾ ഉപയോഗിക്കാറുണ്ട്. ടൈറ്റനുകളിൽ സീറ്റുകളില്ലായിരുന്നു. ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സ്വകാര്യത ഇല്ലായിരുന്നു. അത്തരം ആഴങ്ങളിൽ GPS പ്രവർത്തിക്കുന്നില്ല. അതിനാൽ ഉപവാചക സന്ദേശങ്ങൾ വഴി പിന്തുണ കപ്പലുമായി ആശയവിനിമയം നടത്തിവരുന്നു. ബന്ധം നിലനിർത്താൻ അവർ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ജൂൺ 18 5 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. 58-കാരനായ ബ്രിട്ടീഷ് സാഹസികനായ ഹാമിഷ് ഹാർഡിംഗ്, 77-കാരനായ ഫ്രഞ്ച് നേവി കമാൻഡറായ പോൾ ഹെൻറി നർജിയോലറ്റ്,
പാകിസ്ഥാനിൽ നിന്നുള്ള വ്യവസായിയായ ഷഹ്സാദ ദാവൂദ്, മകൻ സുലൈമാൻ എന്നിവരും കപ്പലിലുണ്ടായിരുന്നു. രാവിലെ 11:15 ടൈറ്റൻ കപ്പലുമായി ബന്ധം നഷ്ടപ്പെട്ടു. വൈകുന്നേരം 4:30 തിരികെ പോകേണ്ടതായിരുന്നു. പക്ഷേ അത് ഒരിക്കലും സംഭവിച്ചില്ല. ഒരു സബ്മെർസിബിൾ വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ യാത്രക്കാർക്ക് അത് ചരിഞ്ഞ് ഉപരിതലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബാലസ്റ്റ് വിടാൻ ഒരു മാർഗമുണ്ട്. കപ്പലുകളിലും അന്തർവാഹിനികളിലും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മുങ്ങാൻ സഹായിക്കുന്നതിനും ഉപയോഗിക്കുന്ന കനത്ത ഭാരമുള്ള ബലാസ്റ്റുകൾ പണ്ട് പാറകളോ മണൽ ചാക്കുകളോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അന്തർവാഹിനികളിൽ ഭാരം കൂട്ടാനും താഴേക്ക് പോകാൻ സഹായിക്കുന്നതിനും വാട്ടർ ബലസ്റ്റാണ് ഉപയോഗിക്കുന്നത്. വൈകുന്നേരം 4:30 ടൈറ്റൻ ഉയർന്നു വരാതിരുന്നപ്പോൾ സപ്പോർട്ട് കപ്പൽ കാത്തു നിൽക്കുകയും 7:10 PM US കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെടുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ടൈറ്റനിൽ 4 ദിവസത്തെ ഓക്സിജൻ വിതരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനർത്ഥം യാത്രക്കാരെ ജീവനോടെ കണ്ടെത്താൻ രക്ഷാസംഘത്തിന് 4 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കപ്പലുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതിന് സാധാരണയായി ഒരു എമർജൻസി റേഡിയോ ബീക്കൺ EPIRB ഉണ്ടായിരിക്കും. എന്നാൽ ടൈറ്റനിൽ ഈ ഉപകരണം ഇല്ലായിരുന്നു. ഉപരിതലത്തിൽ എത്തിയിരുന്നെങ്കിൽ പോലും അന്തർവാഹിനി ഉള്ളിൽ നിന്ന് തുറക്കാൻ കഴിയുമായിരുന്നില്ല. കൂടാതെ യാത്രക്കാർ ഓക്സിജൻ ലഭിക്കാതെ മരിക്കുമായിരുന്നു. വാതിൽ പുറത്തുനിന്ന് മാത്രമേ തുറക്കാനാകൂ. 25,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തിരച്ചിൽ മേഖല വളരെ വലുതായിരുന്നു. 1973 480 മീറ്റർ ആയിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും ആഴമേറിയ വെള്ളത്തിനടിയിലുള്ള രക്ഷാപ്രവർത്തനം. എന്നാൽ രക്ഷാസംഘങ്ങൾ തിരച്ചിൽ തുടർന്നു. അമേരിക്കൻ, കനേഡിയൻ വിമാനങ്ങൾ സോണാറും നിരവധി കപ്പലുകളും റോബോട്ടുകളും ഉപയോഗിച്ച് ഓപ്പറേഷനിൽ സഹായിച്ചു. 3 ദിവസത്തിന് ശേഷം ജൂൺ 22 ഒരു ROV റിമോട്ട് കൺട്രോൾഡ് വാഹനം ടൈറ്റാനിക്കിൽ നിന്ന് 490 മീറ്റർ അകലെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മുങ്ങിക്കപ്പൽ തകർന്ന് യാത്രക്കാർ മരിച്ചതായി സ്ഥിരീകരിച്ചു. കൂടാതെ ഉയർന്ന മർദ്ദം മൂലമാണ് മുങ്ങിക്കപ്പൽ പൊട്ടിത്തെറിച്ചതെന്നും US കോസ്റ്റ് ഗാർഡ് പിന്നീട് സ്ഥിരീകരിച്ചു. സ്ഫോടനം വളരെ വേഗത്തിൽ സംഭവിച്ചു. 1 മില്ലി സെക്കൻഡിൽ താഴെ സമയത്തിനുള്ളിൽ സബ്മെർസിബിൾ നശിപ്പിക്കപ്പെട്ടു. വേദന അനുഭവപ്പെടാതെ എല്ലാവരെയും തൽക്ഷണം അത് കൊന്നു. സ്റ്റീൽ, ടൈറ്റാനിയം അല്ലെങ്കിൽ അലൂമിനിയം എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച അന്തർവാഹിനികളിലോ മുങ്ങിക്കപ്പലുകളിലോ സാധാരണയായി ഉപയോഗിക്കാത്ത കാർബൺ ഫൈബർ കൊണ്ടാണ് ടൈറ്റൻ നിർമ്മിച്ചത്. ഈ കാർബൺ ഫൈബർ ഡിസൈൻ പരീക്ഷണാത്മകമായിരുന്നു. അത്രയും ആഴത്തിൽ ഇതാരും പരീക്ഷിച്ചിട്ടില്ല. ഈ ദുരന്തത്തിന് ശേഷം കാർബൺ ഫൈബർ ഈ ആവശ്യത്തിന് അനുയോജ്യമല്ലെന്ന് വ്യക്തമാണ്. 1985 ടൈറ്റാനിക് അവശിഷ്ടം കണ്ടെത്തിയ റോബർട്ട് ബെല്ലാർഡ് പറഞ്ഞത് ആയിരക്കണക്കിന് മുങ്ങലുകൾ നടത്തിയിട്ടും തങ്ങൾക്ക് ഒരു വാഹനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതാദ്യമായാണ് ഒരു അന്തർവാഹിനി അല്ലെങ്കിൽ മുങ്ങിക്കപ്പൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെയും അവതാറിൻ്റെയും സംവിധായകൻ ജെയിംസ് കാമറൂൺ നിരവധി ആഴക്കടൽ യാത്രകൾ നടത്തിയിട്ടുണ്ട്. താൻ വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന ആൽവിൻ പോലുള്ള അന്തർവാഹിനികൾ I-95 പോലുള്ള ഹൈവേകളിൽ ഓടിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടൈറ്റാനിയം ഭാഗങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ സുരക്ഷിതമായി കണ്ടെത്തിയെങ്കിലും കാർബൺ ഫൈബർ ബോഡി കഷണങ്ങളായി ചിതറിപ്പോയി. സുരക്ഷാ നിയമങ്ങൾ പാലിക്കാത്തതിന് ടൈറ്റനെ കാമറൂൺ വിമർശിച്ചു. ഓഷ്യൻ ഗേറ്റ് CEO സ്റ്റോക്ടൺ റഷ് സുരക്ഷാ നിയമങ്ങൾ വളരെ കർശനമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. 1993 പാസഞ്ചർ വെസൽ സേഫ്റ്റി ആക്ട് സുരക്ഷയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും അദ്ദേഹം കരുതി. അംഗീകാരം ലഭിച്ചില്ലെങ്കിലും കാർബൺ ഫൈബർ, ടൈറ്റാനിയം തുടങ്ങിയ സാമഗ്രികൾ ഉപയോഗിച്ച് ടൈറ്റൻ നിർമ്മിക്കാൻ സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതായി റഷ് സമ്മതിക്കുകയുണ്ടായി. 2018 ഓഷ്യൻ ഗേറ്റിന്റെ മറൈൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ഡേവിഡ് ലോക്രിഡ്ജ് ടൈറ്റനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിക്കുകയും കമ്പനി അവഗണിച്ചപ്പോൾ കോടതിയിൽ പോകുകയും ചെയ്തു. സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷയ്ക്കായി പണം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഓഷ്യൻ ഗേറ്റ് അത് നിരസിച്ചു. സുരക്ഷാ പരിശോധനകൾ അവഗണിക്കുന്നത് ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. 36 വിദഗ്ധർ 2018 റഷ്യന് കത്തെഴുതി അതും പറഞ്ഞു. ഒരു ആഴക്കടൽ വിദഗ്ധനും അദ്ദേഹത്തോട് കൂടുതൽ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ട് ഇമെയിൽ അയക്കുകയുണ്ടായി. എന്നാൽ റഷ് തൻ്റെ അപകടകരമായ ജോലി തുടരാൻ തീരുമാനിച്ചു. റഷ്യൻ്റെ മനോഭാവം ടൈറ്റാനിക് ഒരിക്കലും മുങ്ങില്ല എന്ന വിശ്വാസത്തിന് സമാനമായിരുന്നു. ടൈറ്റാനിക് മുങ്ങിയപ്പോൾ ആ വിശ്വാസം തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഇപ്പോഴിതാ ടൈറ്റനും അതേ വിധി നേരിട്ടിരിക്കുന്നു. സ്റ്റോക്ടൺ റഷ് ഇപ്പോൾ സ്വന്തം കണ്ടുപിടുത്തങ്ങളാൽ കൊല്ലപ്പെട്ട ആളുകളുടെ ഒരു ദുരന്ത പട്ടികയുടെ ഭാഗമാണ്.
സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് ഇത് കാണിക്കുന്നു. നഷ്ടപ്പെട്ടവരെ നാം ഓർക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെയും സാഹസികതയുടെയും അതിരുകൾ കടക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകളുടെ ഓർമ്മപ്പെടുത്തലാണിത്. കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള കഥകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.